ഹായ്, സോ ദിസ് ഈസ് സൂപ്പർ 30. ഇത് നമ്മുടെ 11ാമത്തെ ക്വസ്റ്റ്യനാണ്. ബാക്കി ക്വസ്റ്റ്യൻസ് പ്ലേലിസ്റ്റിൽ. ഓക്കെ, ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു പ്രൊജക്റ്റൈലിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, ഇക്വേഷൻ ഓഫ് ട്രജക്ടറി തന്നിട്ടുണ്ട്, എന്നിട്ട് ആംഗിൾ ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ വെലോസിറ്റി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇക്വേഷൻ ഓഫ് ട്രജക്ടറി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. 2x - 9x². ഇക്വേഷൻ ഓഫ് ട്രജക്ടറി കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനെ സ്റ്റാൻഡേർഡ് ഇക്വേഷനുമായിട്ട് എന്ത് ചെയ്യണം, കമ്പയർ ചെയ്ത് നോക്കണം. ഓക്കെ, പ്രൊജക്റ്റൈലിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓർമ്മയുണ്ടോ? ട്രജക്ടറിയുടെ y = x tan θ ഇൻറ്റു gx² ബൈ 2u² cos² θ അല്ല, ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ അല്ലേ. ഇവിടെ ഒരു മൈനസ് സൈൻ കൂടെ ഉണ്ട്. യെസ്, അല്ലെങ്കിൽ ഇതിന് വേറൊരു ഇക്വേഷൻ കൂടി ഉണ്ട്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് y = x tan θ ഇൻറ്റു 1 - x/r. ഓക്കെ, അപ്പോൾ പ്രൊജക്റ്റൈലിനൊരു ഇക്വേഷൻ കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റാൻഡേർഡ് ഇക്വേഷനായിട്ട് അതിനെ കമ്പയർ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇക്വേഷൻ്റെ രൂപത്തിലേക്ക് മാറ്റാം. ഈ ഇക്വേഷൻ്റെ രൂപത്തിലേക്ക് മാറ്റാം. ഓക്കെ, എങ്ങനെ മാറ്റാൻ പറ്റും? y = നമുക്കിവിടെ ബ്രാക്കറ്റിൻ്റെ അകത്ത് 1ഉം പിന്നെ എക്സും മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, 2x പുറത്തെടുക്കാം. അപ്പോൾ ഇവിടെ 2x പോകുമ്പോൾ എന്തായി, 1 ആയി. മൈനസ് ഇവിടെ നമുക്ക് എന്ത് ഉണ്ടാകാൻ പാടുള്ളൂ, എക്സ് ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പോൾ എക്സ് എഴുതി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും, താഴത്തൊരു 2/9 എന്ന് എഴുതി കഴിഞ്ഞാൽ ശരിയാവും. നോക്കി, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 2x വന്നു, മൈനസ് ഇവിടെ 2 കട്ടായിട്ട് എന്തായിട്ട് മാറി. യെസ്, ഈ ഒരു ഫോർമാറ്റിലേക്ക് കിട്ടിയില്ലേ. അതിനർത്ഥം ഇവിടെ 2/9 എന്ന് പറയുന്നത് ആറിനോട് ഈക്വൽ ആണ് അല്ലേ. r = 2/9 ആണെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ എക്സിൻ്റെ കൂടെയുള്ള ആളെന്താ, ടാൻ തീറ്റ. ഇവിടെ എക്സിൻ്റെ കൂടെ ഉള്ളത് 2 ആണ്. അപ്പോൾ 2 = എന്ത് കിട്ടിയടാ, ടാൻ തീറ്റ എന്ന് കിട്ടി. അപ്പോൾ ടാൻ തീറ്റയുടെ വാല്യൂ 2 ആണെങ്കിൽ നിങ്ങളോട് ശ്രദ്ധിക്കുക, ഞാനൊരു ട്രയാങ്കിൾ വരച്ചിട്ട് ഈ ആംഗിൾ തീറ്റയാണ്. അപ്പോൾ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് 2ഉം അഡ്ജസൻറ്റ് സൈഡ് 1 ആക്കി എടുത്തു കഴിഞ്ഞാൽ ടാൻ തീറ്റ അപ്പോഴാണ് എന്ത് കിട്ടുക, 2 കിട്ടുക. ശരിയല്ലേ. അപ്പോൾ ഇത് ഹൈപ്പോട്ടന്യൂസ് എത്രയായിരിക്കും, √2² + 1² √5 ആയിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് സൈൻ തീറ്റ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും, സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 2/√5 ആയിരിക്കും. ഇനി കോസ് തീറ്റ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും, കോസ് തീറ്റ 1/√5 ആയിരിക്കും അല്ലേ. അപ്പോൾ തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സൈൻ ഇൻവേഴ്സ് 2/√5, കണ്ടോ, ഈ ഒരു വാല്യൂ വേണമെങ്കിൽ വരും തീറ്റയ്ക്ക്. ഇനിയിപ്പോൾ കോസിൻ്റെ ടൈംസിൽ പറയുമ്പോൾ കോസ് ഇൻവേഴ്സ് 1/√5. അപ്പോൾ കണ്ടോ, അപ്പോൾ ഈ രണ്ട് ഓപ്ഷനിൽ ഏതെങ്കിലും ഒരു ഓപ്ഷനാണ് ശരിയാവുക. കണ്ടോ, ആംഗിൾ വെച്ച് നോക്കുമ്പോൾ രണ്ടും ശരിയാണ്. അപ്പോൾ നമുക്ക് ആക്ച്വലി കറക്റ്റ് ഓപ്ഷൻ കിട്ടാൻ വെലോസിറ്റി കൂടെ എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. വെലോസിറ്റി എങ്ങനെ ചെക്ക് ചെയ്യാം, നമുക്ക് എന്താ, നമുക്ക് ആറിൻ്റെ ഇക്വേഷൻ എഴുതാം. ആറ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, റേഞ്ചിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് u² sin 2θ/g, u² sin 2θ/g ആണ് അല്ലേ. നമുക്ക് ഇനി ഇങ്ങനെ എഴുതിയല്ലോ, u² × sin 2θ എങ്ങനെ എഴുതാം, 2 sin θ cos θ എന്ന് എഴുതാം. 2 sin θ cos θ /g എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ u എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി, ക്വസ്റ്റ്യനിൽ അവരതിനെ v0 ആയിട്ടാണ് തന്നിരിക്കുന്നത്. സോ നമുക്ക് അതുപോലെ തന്നെ എഴുതാം. ശരി, അപ്പോൾ ഇവിടെ ആറിൻ്റെ വാല്യൂ 2/9 = u² നമുക്ക് എന്ത് ചെയ്യാം, v0² എന്ന് എഴുതാം, ഇൻറ്റു 2 × സൈൻ തീറ്റയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. എന്തായിരുന്നു അത്, 2/√5 ആണ്. കോസ് തീറ്റയുടെ വാല്യൂ കണ്ടുപിടിച്ചു, 1/√5 ആണ്. ദെൻ ഡിവൈഡഡ് ബൈ ജിയുടെ വാല്യൂ എന്തായിട്ട് എടുക്കടാ, 10 ആയിട്ട് എടുക്കുക. പരിപാടികൾ √5. അപ്പോൾ പരിപാടികൾ കഴിഞ്ഞു. ഇവിടെ 5. യെസ്, ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമുക്കിതിൽ നിന്ന് v0ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. v0² എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, v0² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2 ക്യാൻസൽ അല്ലേ. ഇവിടെ ഒരു 2, ഇവിടെ 10ൽ 5 ടൈംസ്. സോ 5 × 5 25. സോ നമുക്ക് എന്ത് കിട്ടൂടാ, v0² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25/9 എന്ന് കിട്ടും അല്ലേ. ഇതിൻ്റെ അർത്ഥം സിംപ്ലൈസ് v0 എന്തായിരിക്കും, v0 എന്ന് പറയുന്നത് 5/3 ആയിരിക്കും അല്ലേ. v0 എന്ന് പറയുന്നത് 5/3. സോ v0 5/3 ആണ്. തീറ്റയുടെ വാല്യൂ കോസ് ഇൻവേഴ്സ് 1/15. ഓപ്ഷൻ 3 വിൽ ബി ദ റൈറ്റ് ആൻസർ.